बच्चों, आज हम 8वीं कक्षा के इकाई 3 का चौथा अध्याय पढ़ने वाले हैं। चौथा अध्याय का नाम है बटेव। बटेव माने राहगीर है। हम पहले ही पढ़ चुके हैं। രാഹഗീർ മാനെ വഴിയാത്രക്കാരാണ്. ബട്ടേവ് എന്ന് പറഞ്ഞാൽ വഴിയാത്രക്കാരാണ്. देखिए ബട്ടേവ് एक ലോക്കത്ത है. ലോക്കത്ത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, നാടോടി കഥയാണല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പാഠഭാഗത്തിൽ ഒരു നാടോടി കഥയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പാഠത്തിൻ്റെ പേരാണ് ബട്ടേവ്. ബട്ടേവ് എന്ന് പറഞ്ഞാൽ എന്തുവാ, വഴിയാത്രക്കാരാണ്. देखिए एक था जाट और एक था उसका लड़का. घर में दो ही प्राणी थे. लड़का अभी छोटा था, लड़का बहुत चंचल था. ഇവിടെ എന്താണ് പറയുന്നത്, एक था जाट. ജാട്ട് എന്ന് പറഞ്ഞാൽ ഹിന്ദു വിഭാഗമാണ്. ഹിന്ദു വിഭാഗമാണ്, അതായത് ഉത്തർപ്രദേശ്, ഹരിയാന, ഒറീസ, രാജസ്ഥാൻ ഇവിടങ്ങളിൽ കണ്ടുവരുന്ന ഒരു വിഭാഗമാണ് ജാട്ട് എന്ന് പറയുന്നത്. एक था जाट और एक था उसका लड़का. ഒരു ജാട്ടും അദ്ദേഹത്തിൻ്റെ മകനും ഉണ്ടായിരുന്നു. घर में दो ही प्राणी थे. അവരുടെ വീട്ടിൽ അവർ രണ്ട് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. लड़का अभी छोटा था. ആൺകുട്ടി എന്താണ്, ആൺകുട്ടി ചെറിയൊരു ആൺകുട്ടിയായിരുന്നു. ലഡ്ക ബഹുത്ത് ചഞ്ചൽ താ. ആ ആൺകുട്ടി ഒരുപാട് വികൃതി, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാത്ത, എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൺകുട്ടിയായിരുന്നു ജാട്ടിന്റെ മകൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജാട്ട് ഓർ ഉസ്ക ലഡ്ക, ജാട്ടും അദ്ദേഹത്തിന്റെ മകനെ കുറിച്ചിട്ടാണ് ഇതിൽ ഈ കഥയിൽ പറയുന്നത്. जाट का एक नियम था कि वह रोज दो अतिथियों को भोजन करवाकर ही स्वयं खाता था. अतिथियों को बुलाने के लिए वह रोज गांव के चौराहे पर जाता और वहीं से दो बटेव बुला लाता. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ജാട്ട് का एक नियम था. ഈ ജാട്ട് വിഭാഗത്തിലുള്ളവർക്ക് ഒരു നിയമം ഉണ്ടായിരുന്നു. എന്താണ്, वह रोज दो अतिथियों को भोजन करवा कर ही स्वयं खाता था. അവരെപ്പോഴും രണ്ട് അതിഥികളെ അവർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രമേ അവർ സ്വന്തം ഭക്ഷണം കഴിക്കുകയുള്ളായിരുന്നു. अतिथियों को बुलाने के लिए वह रोज गांव के चौराहे पर जाता. അവർ എപ്പോഴും രണ്ട് അതിഥികളെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗ്രാമത്തിലെ ചൗറാഹെ എന്ന് പറഞ്ഞാൽ നാൽക്കവലയാണ്. നാൽക്കവല എന്ന് പറഞ്ഞാൽ ജംഗ്ഷനാണ്. ജംഗ്ഷനിൽ പോയിട്ട് എപ്പോഴും രണ്ട് അതിഥികളെ, രണ്ട് വഴിയാത്രക്കാരെ കൂട്ടിക്കൊണ്ടു വരുമായിരുന്നു അവരുടെ വീട്ടിലേക്ക്. നെക്സ്റ്റ്, उन्हें घर पर बिठाकर उसकी पूजा करता, आरती उतारता और फिर उन्हें जिमाकर आखिरी में खुद अपने बेटे के साथ भोजन करता. जिस दिन जाट को राह चलते या चौराहे पर कोई बटेव ना मिलता, उस दिन वह हलवाई की दुकान से ही दो बटेव खरीद लाता. उन्हें ही असली बटेव मानकर उनकी पूजा करता, उन्हें भोजन स्वीकार कराता और फिर उन्हें पूजा गृह में रखकर बाद में स्वयं भोजन करता. भोजन के बाद दोनों बाप बेटे बटेव खा लेते. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഉനെ ഘർ പർ ബിട്ടാക്കർ ഉൻകി പൂജ കറാത്ത. ഈ കൊണ്ടുവന്നിട്ടുള്ള ഈ രണ്ട് അതിഥികളെയും ഇരുത്തിയിട്ട് അവർക്ക് പൂജ നടത്തുമായിരുന്നു. അതിനുശേഷം ആരത്തി ഉത്താർത്ത, അതിനുശേഷം ആരതി ഒഴിഞ്ഞതിന് ശേഷം फिर उन्हें जिमकर आखिर में खुद अपने बेटे के साथ भोजन कराता. ജിമാക്കർ എന്ന് പറഞ്ഞാൽ ഊട്ടുക. फिर उन्हें जिमाकर आखिरी में खुद अपने बेटे के साथ भोजन करता. അവരെ ഊട്ടിയതിനു ശേഷം മാത്രമേ ഈ അച്ഛനും മോനും
ഭക്ഷണം കഴിക്കുകയുള്ളായിരുന്നു. ജിസ് ദിൻ ജാട്ട് കോ രാഹ് ചലത്തെ യാ ചൗറാഹെ പർ കോയി ബട്ടേവ് നാ മിൽത്ത. ഒരു ദിവസം ഇവർക്ക് വഴിയിൽ ഇല്ലെങ്കിൽ നാൽക്കവലയിൽ ആരും വഴിയാത്രക്കാർ കാണാൻ സാധിച്ചില്ല. ഉനെ ഉസ് ദിൻ വഹ് ഹൽവായി കി ദുക്കാൻ സേ ഹി ദോ ബട്ടേവ് ഖരീദിലാത്ത. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇവർ എന്ത് ചെയ്യുമായിരുന്നു? ഹൽവായി കി ദുക്കാൻ, പലഹാര കടയിൽ നിന്ന് 2 ലഡു ഇവർ വാങ്ങിക്കുമായിരുന്നു. ഇവിടെ ബട്ടേവ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ലഡുവാണ്. ഇവിടെ 2 അർത്ഥം വരുന്നുണ്ട്. ബട്ടേവ് എന്ന് പറഞ്ഞാൽ വഴിയാത്രക്കാർ എന്നതിൽ ആദ്യത്തേൽ അർത്ഥം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ബട്ടേവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലഡുവാണ്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഹൽവായി കി ദുക്കാൻ സേ ഹി ദോ ബട്ടേവ് ഖരീദിലാത്ത. പലഹാര കടയിൽ നിന്ന് 2 ബട്ടേവ് എടുത്തുകൊണ്ട് അവർ വീട്ടിലേക്ക് വരുമായിരുന്നു. ഉനേഹെ അസ്ലി ബട്ടേവ് മാൻകർ ഉസ്കി പൂജ കറാത്ത. അവരെന്ത് ചെയ്യുമായിരുന്നു? ആ 2 ലഡുവിനെ അവർ എങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്? അവർ 2 വഴിയാത്രക്കാർ എന്ന് ചിന്തിച്ചിട്ട് ആ ലഡുവിനെ ഇവർ പൂജിച്ച് അതിന് ഭക്ഷണം കൊടുക്കുമായിരുന്നു. ഉനെ ഭോജൻ സ്വീകാർ കറാത്ത ഫിർ ഉനെ പൂജാഗൃഹ മേ ബി റക്കർ ബാദ് മേ സ്വയം ഭോജൻ കറാത്ത. അവർക്ക് ആ ലഡുവിന് തന്നെ പൂജകളൊക്കെ ചെയ്തിട്ട് അതിന് ഭക്ഷണമെല്ലാം കൊടുത്തതിന് ശേഷം ഇവർ അച്ഛനും ആ ആൺകുട്ടിയും സ്വയം ഭക്ഷണം കഴിക്കുമായിരുന്നുള്ളൂ. ഭോജൻ കെ ബാദ് ദോനോ ബാപ് ബേട്ടെ ബട്ടേവ് കാലേത്ത്. അതിനുശേഷം ഈ 2 ലഡും അവർ ഭക്ഷിക്കുമായിരുന്നു. एक दिन जाट को कोई राहगीर ना मिला तो वह हलवाई की दुकान से ही 2 ബട്ടേവ് ഖരീദ് ലായ. ഒരു ദിവസം എന്തായി? ഈ ജാട്ടിന് ഒരു വഴിയാത്രക്കാരും കിട്ടാതായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഹൽവായി കി ദുക്കാൻ സേ ഹി 2 ബട്ടേവ് ഖരീദ് ലായ. പലഹാര കടയിൽ നിന്ന് 2 ലഡു എടുത്തുകൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വന്നു. ജിനെ ജിമാക്കർ ഘർ മേ റഖ് ലിയ. അത് ആ ലഡുവിനെ ഊട്ടിയതിനു ശേഷം അതിനെന്ത് ചെയ്തു? ആ ലഡുവിനെ അവർ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഊട്ടി. സംയോഗ് സേ ദോനോ ബാപ്പേട്ടെ ഉനെ കാ നഹി പായ. പക്ഷേ സന്ദർഭം വെച്ചാൽ എന്താ ചെയ്തു? അവർക്ക് ആ 2 ലഡുവിനെയും ഭക്ഷിക്കാൻ കഴിഞ്ഞില്ല. ദോനോ ബട്ടേവ് ഘർ കെ പൂജാഗൃഹ മേ ബി റഖ് രഹേ. അതിനുശേഷം ആ 2 ലഡു എന്ത് ചെയ്തു? അവർ പൂജാഗൃഹത്തിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് സന്ദർഭം വെച്ചാൽ അത് കഴിക്കാൻ പറ്റിയില്ല. അഗ്ലേ ദിൻ റോസ് കി തരഹ് ജാട്ട് 2 ബട്ടേവ് കോ ഡൂണ്ട്നെ ചൽപട. അടുത്ത ദിവസം, അഗ്ലേ ദിൻ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം എപ്പോഴത്തെ പോലെ തന്നെ അവർ 2 ബട്ടേവിനെ 2 വഴിയാത്രക്കാരെ തെരഞ്ഞുകൊണ്ട് അവർ പുറപ്പെട്ടു. ബഹുത് ഇന്തസാർ കെ ബാദ് ഉസേ ചൗറാഹെ പർ 2 ബട്ടേവ് മിൽ ഗയെ. ഒരുപാട് അന്വേഷിച്ചതിന് ശേഷം, ഒരുപാട് കാത്തിരിപ്പിന് ശേഷം അവർക്ക് ആ നാൽക്കവലിൽ നിന്നും 2 ബട്ടേവ് 2 വഴിയാത്രക്കാരെ അവർക്ക് കിട്ടി. വഹുവിനെ ആധാർപൂർവക് ഭോജൻ കരാനെ ഘർ ലേയായ. അവർ ആ 2 വഴിയാത്രക്കാരെ സ്നേഹത്തോടെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു. उन्हें बैठक में बिठाकर खुद रसोई में भोजन परोसने लग गए. അതിനുശേഷം എന്ത് ചെയ്തു? അവർ ആ 2 വഴിയാത്രക്കാരെയും അവർ ഇരുത്തിച്ചു. അവരെ ഇരുത്തിയതിനു ശേഷം അദ്ദേഹം അടുക്കളയിൽ നിന്ന് ഭക്ഷണം വിളമ്പാൻ തുടങ്ങി. റസോയി എന്ന് പറഞ്ഞാൽ അടുക്കളയാണ്. ഭോജൻ പരസ്നെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം വിളമ്പുകയാണ്. ഇവിടെ ആ 2 വഴിയാത്രക്കാരെയും അവർ ഇരുത്തിയതിനു ശേഷം അടുക്കളയിൽ നിന്ന് ഭക്ഷണം വിളമ്പാൻ തുടങ്ങി. ഉദർ ജാട്ട് കെ ലഡ്കേക്കോ उधर जाट के लड़के को बहुत भूख लग रही थी. वह घर में रखे पहले दिन का बटेव खाना चाहता था. उसने घर के भीतर से आवाज दी, पिताजी मैं एक बटेव खा लूं. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഉദർ ജാട്ട് കെ ലഡ്കേക്കോ ബഹുത്ത് ഭൂക്ക് ലഗ് രഹി തി. ആ ജാട്ടിൻ്റെ മകന് അവന് ഒരുപാട് വിശക്കുന്നുണ്ടായിരുന്നു. ഭൂക്ക് ലഗ് രഹി തി എന്ന് പറഞ്ഞാൽ വിശപ്പാണ്. ജാട്ടിൻ്റെ മകന് ഒരുപാട് വിശക്കുന്നുണ്ടായിരുന്നു. വഹ ഘർ മേ രഖേ പെഹ്ലേ ദിൻ കാ ബട്ടേവ് ഖാനാ ചാ രഹാ താ. ഇതിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവരെന്താണ്?
ആ പലഹാരക്കടയിൽ നിന്ന് 2 ലഡു എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഈ ജാട്ടിൻ്റെ മകൻ ഒരുപാട് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആ ആൺകുട്ടി പറയാണ്, തൻ്റെ അച്ഛനോട് പറയാൻ എന്താ, വ ഗർമേരൊക്കെ പെഹലെ ദിൻ കാ ബട്ടേവ് കാനാ ചാഹത്താ, അത് അവന് ഒരു ദിവസം മുന്നേ വെച്ചിട്ടുള്ള ആ ബട്ടേവ് അത് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഉസ്കെ ഘർ കെ ഭീതർ സെ ആവാസ് ദി, അതെ ആ ആൺകുട്ടി വീട്ടിൻ്റെ അകത്ത് തന്നെ അച്ഛനോട് പറയണെന്താ, പിതാജി മേ ഏക് ബട്ടേവ് കാവലു, അച്ഛനോട് പറയണെന്താ, അച്ഛാ ഞാൻ ഒരു ബട്ടേവ് ഭക്ഷിച്ചോട്ടെ എന്ന് പറയാണ്. ദോനോ ബട്ടേവോനെ യഹ് സുനാത്തോ വേ ഗബ്രാ ഗയെ, ഇത് കേട്ട 2 വഴിയാത്രക്കാർ ബട്ടേവ് അവർ ഈ പറയുന്നത് കേട്ടിട്ട് അവർ എന്താക്കി, പരിഭ്രമിച്ചു. ഗബ്രാഗയ എന്ന് പറഞ്ഞാൽ പരിഭ്രമിക്കുക. പരിഭ്രമിച്ചു ആ ആൺകുട്ടി പറഞ്ഞത് കേട്ടിട്ട്. ജാട്ട് ബോല ബേട്ട തോടാ രുക് ജാ, മേനെ ഭോജൻ കറാലോ തബ് തു അപ്നെ ഹിസ്സേ കാ ഏക് ബട്ടേവ് കാലേന. അപ്പോൾ ആ ആൺകുട്ടിയുടെ അച്ഛൻ പറയാൻ എന്താ, ബേട്ട തോടാ രുക് ജാ, ഒരു പ്രാവശ്യം കുറച്ച് വെയിറ്റ് ചെയ്യൂ, മേ എനിക്ക് ഭോജൻ കറാലോ, ഇവർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം നീ എന്ത് ചെയ്യണം, നിന്റെ ഭാഗത്തിലുള്ള ആ ബട്ടേവ് പിന്നെ ഭക്ഷിച്ചാൽ മതി എന്ന് പറയാണ്. ബട്ടേവിനെ ജാട്ട് കാ ഉത്തർ സുനാത്തോ ബേച്ചാരെ ഓർ ഘബ്രാ ഗയ. ഈ 2 വഴിയാത്രക്കാർ ജാട്ടിന്റെ ഈ ഉത്തരം കേട്ടിട്ട് അവർ എന്തായി, വീണ്ടും പരിഭ്രമിച്ചു. വേ ഘർ കെ മാരെ ഏക് ദൂസരെ കാ മുഹ് ദേഖ്നെ ലഗെ, അവരെന്താക്കുന്നുണ്ട്, 2 ആളും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നോക്കാണ്. എന്നിട്ട് ഭോജൻ പരസ്നെ മേ ദേർ ഹുയി തോ ലഡ്കേനെ ഏക് ബാർ ഫിർ പുക്കാര, പക്ഷേ ഭക്ഷണം വിളമ്പാൻ താമസിച്ചത് കൊണ്ട് ജാട്ടിന്റെ മകൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടി പറയാനെന്താ, പിതാജി മേ തോ ഏക് ബട്ടേവ് കാ ലേത്താ ഹോ, എന്താണ് പറഞ്ഞത്, പിതാജി അച്ഛാ ഞാൻ ഒരു ബട്ടേവ് ഭക്ഷിച്ചോട്ടെ എന്ന് വീണ്ടും പറയാണ് വീട്ടിൻ്റെ അകത്തിൽ നിന്ന്. മുജെ ബഹുത്ത് ഭൂക്ക് ലഗി ഹെ, ഇവിടെ ആൺകുട്ടി പറയാനെന്താ, എനിക്ക് ഒരുപാട് വിശക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു ബട്ടേവ് ഭക്ഷിച്ചോട്ടെ എന്ന് വീണ്ടും തൻ്റെ അച്ഛനോട് പറയുന്നുണ്ട് ഈ ആൺകുട്ടി. ജാട്ട് ബോല, അപ്പോൾ ജാട്ട് പറയുന്നുണ്ട് എന്താ, ബേട്ട തോടാ സബ്ർ കർ മുജെ ഇനെ ജിമാനെ ദേ, ഫിർ ചാഹേ തോ ദോനോ ബട്ടേവോ കോ കാലേന. അപ്പോൾ അച്ഛൻ പറയാനെന്താ, ഒരു പ്രാവശ്യം ഇവർക്ക് ഭക്ഷണം വിളമ്പിക്കോട്ടെ, അതിനുശേഷം നീ ആ 2 ബട്ടേവ് ആ 2 ലഡു നീ കഴിച്ചോ എന്ന് പറയാണ്. അപ് തോ ദോനോ ബട്ടേവ് ഡർസെ കാംപ്നെ ലഗി, അപ്പോൾ അത് കേട്ട 2 ബട്ടേവ് 2 വഴിയാത്രക്കാരെന്താ പേടിച്ച് വിരക്കാൻ തുടങ്ങി. ഉനോനെ സോച്ച, അവർ ആലോചിച്ചു, ആ 2 വഴിയാത്രക്കാരും ആലോചിക്കുകയാണ് എന്താ, ലഗ്താ ഹെ ഹം കിസി നരഭക്ഷി ആദ്മി കി ചപ്പേട്ട് മേ ആ ഗയേ ഹെ, അവർ ആലോചിക്കേണ്ട നരഭോജികളായ ആൾക്കാരുടെ പിടിയിലാണ് നമ്മൾ അകപ്പെട്ടിരിക്കുന്നത് എന്ന് ആ 2 വഴിയാത്രക്കാർ ചിന്തിക്കുകയാണ് ഈ ആൺകുട്ടി പറയുന്നത് കേട്ടിട്ട്. ഏക് ബട്ടേവ് ദൂസരെ സെ ബോല, ഏക് ബട്ടേവ് ദൂസരെ സെ ബോല മിത്ര ലഗ്താ ഹെ ഹം ഗലത് ഫസ് ഗയേ ഹെ. അപ്പോൾ ആ ബട്ടേവ് ആ 2 വഴിയാത്രക്കാരിൽ നിന്ന് ഒരാൾ പറയാനെന്താ, മിത്ര കൂട്ടുകാരൻ, നമ്മൾ തെറ്റായ കൈകളിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്, നമ്മൾ കുടുങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റ് കൈ എന്ന് പറഞ്ഞാൽ കുടുങ്ങുക, നമ്മൾ തെറ്റായ കൈയിലാണ് വന്നു ചേർന്നിട്ടുള്ളത് എന്ന് ആ 2 വഴിയാത്രക്കാരിൽ നിന്ന് ഒരാൾ പറയണം. യഹ് കോയി നരഭക്ഷി പരിവാർ ഹെ, ഇത് ഈ വഴിയാത്രക്കാർ പറയാനെന്താ, ഈ നരഭോജികളുടെ കുടുംബത്തിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് എന്നതിൽ പറയണം. ലഡ്ക കഹ്താ ഹെ മേ ഏക് ബട്ടേവ് കാവുങ്ക, അദ്ദേഹം പറയാണ്, വഴിയാത്രക്കാരിൽ ഒരാൾ പറയണെന്താ, ആൺകുട്ടി പറയാണ് ഒരു ബട്ടേവ് ഞാൻ ഭക്ഷിച്ചോട്ടെ എന്ന് പറയാണ്. അപ്പോൾ ബാപ്പ് കഹ്താ ഹേക്ക് ദോനോ കാലേന, അപ്പോൾ ആ ആൺകുട്ടിയുടെ അച്ഛൻ പറയാനെന്താ, 2 ബട്ടേവിനെയും നീ ഭക്ഷിച്ചുകൊള്ളൂ എന്ന് പറയാണ്. യഹ് ജറൂർ ഹമേ ഭോജൻ മേ ബേഹോഷി കി ദവ കിലാ ദേഗ, ഇതിൽ ആ 2 വഴിയാത്രക്കാർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് പറയാനെന്താ, ഇവർ 2 പേരും തീർച്ചയായിട്ടും നമുക്ക് ഭക്ഷണത്തിൽ ബോധരഹിതരാക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് കൊടുക്കും എന്നതിൽ പറയണം. ബേഹോഷി എന്ന് പറഞ്ഞാൽ ബോധരഹിതരാക്കുക, ദവ എന്ന് പറഞ്ഞാൽ മരുന്നാണ്. ബോധരഹിതരാക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് തീർച്ചയായും നമുക്ക് ഭക്ഷണത്തിൽ വിളമ്പുമ്പോൾ തരുമെന്ന് പറയണം. ദോനോ ബട്ടേവ് ഉട്കയെ
दोनों बटेव उठ खड़े हुए और जाने लगे। इतने में जाट भोजन की थाली लेकर आ गया। उन्हें खड़ा देखकर वह उन्हें बिठाने लगा तो वे दोनों जाट पर बिगाड़ पड़े. ഇവരെന്ത് ചെയ്യുന്നുണ്ട് അവസാനം? ദോനോ ബട്ടേവ് ഉഡ് കടേ ഹുയെ, രണ്ട് വഴിയാത്രക്കാരും എണീച്ചു നിന്നു പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ജാനേ ലഗെ, പുറത്ത് പോവാൻ തുടങ്ങി. ഇത്തനെ മേ ജാട്ട് ഭോജൻ കി താലി ലേക്കർ ആകയ, ആ സമയത്ത് തന്നെ ജാട്ട് പ്ലേറ്റ് എടുത്തുകൊണ്ട്, ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ് എടുത്തുകൊണ്ട് വരുന്നുണ്ട് പുറത്തേക്ക്. ഉനെ കടാ ദേക്കർ വഹുനെ ബിട്ടാനേ ലഗ, അവർ നിന്നത് കണ്ടിട്ട് ആ ജാട്ട് അവരെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബിട്ടാനേ ലഗ തോ വേ ദോനോ ജാട്ട് പർ ബിഗാഡ് പടേ. അപ്പോൾ ആ രണ്ട് വഴിയാത്രക്കാരും ആ ജാട്ടിനോട് കലഹിക്കാൻ തുടങ്ങുകയാണ്. ബിഗാഡ് പടേ എന്ന് പറഞ്ഞാൽ കലഹിക്കാൻ തുടങ്ങുകയാണ്. जाट ने बहुत अनुनय विनय की, लेकिन वे दोनों वहाँ से किसी प्रकार खिसकना चाहते थे. इसी रोकथामी के शोरगुल में वह काफ़ी भीड़ इकट्ठे हो गई. ഇതിലെന്താണ് പറയുന്നത്? ജാട്ടിനെ ബഹുത്ത് അനുനയ് വിനയ്ക്ക്, ഈ ജാട്ട് അവരോട് അനുനയത്തിൽ സംസാരിക്കുകയാണ്. ലേക്കിൻ വേ ദോനോ വഹാൻ സെ കിസി പ്രകാർ കിസക്ന ചാഹത്തെ തെ. പക്ഷേ ഈ രണ്ട് വഴിയാത്രക്കാരും എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. ഇസി റോക്താമിക്ക് ചോർഗുൽമേ വഹ് കാഫി ഭീഡ് ഇക്കട്ടെ ഹോ ഗയി. ഇങ്ങനെ ഇവരുടെ വീട്ടിലുള്ള ഈ ബഹളം കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ അവരുടെ വീട്ടിലെത്തി. ഒരാൾക്കൂട്ടം തന്നെ ആ വീട്ടിലേക്ക് എത്തി. ഭീഡ് മേ സെ കിസീനെ പൂച്ച, ആ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ ചോദിച്ചു ജാട്ടിനോട്, എന്താ ഭായ് ആക്കിർ മസാർ ക്യാ ഹെ. മസാർ എന്ന് പറഞ്ഞാൽ കാരണമാണ്. ഒരാൾ ചോദിക്കുകയാണ് ഇവിടെ, എന്താ സഹോദര, അവസാനം കാരണം എന്താണ്, ഈ നിങ്ങളിങ്ങനെ കലഹിക്കാനുള്ള കാരണം എന്താണ് എന്ന് ആ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ ചോദിക്കുകയാണ്. ഏക് ബട്ടേ പോല, അതിൽ ഒരു വഴിയാത്രക്കാരൻ പറയാണ്, എന്താ ഭായിയോ യഹ് ജാട്ട് ഹമേ ബഹുത് ഖുശാമത് കർക്കെ ഭോജൻ കരാനെ ലായാത്ത. അപ്പോൾ അതിൽ ഒരാൾ പറയാണ്, എന്താ ഈ ജാട്ട് നമ്മളെ പ്രശംസിച്ചുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. കിന്തു യഹാ ആക്കർ പതാ ലഗാ കി യേ ബാപ് ബേटे ഹം ദോനോ കോ ഹി കാനാ ചാഹത്തെ ഹെ. പക്ഷേ ഇവിടെ വന്നിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്, എന്താ യഹ് ബാപ് ബേटे ഹം ദോനോ കോ ഹി കാനാ ചാഹത്തെ ഹെ. ഈ അച്ഛനും മോനും രണ്ടാളും ഞങ്ങളെയാണ് ഭക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾക്ക് ഇവിടെ വന്നിട്ടാണ് മനസ്സിലായതെന്ന് ആ വഴിയാത്രക്കാർ പറയാണ് ആ ആൾക്കൂട്ടത്തിലുള്ള ആ ഒരാളോട്. ഇസ്കാ ലഡ്ക കഹ്താ ഹേ കി മേ ഏക് ബട്ടേവ് കാവുങ്ക. അതിൽ വീണ്ടും പറയാണ്, എന്താ ആൺകുട്ടി പറയാണ്, ഞാൻ ഒരു ബട്ടേവ് ഭക്ഷിച്ചോട്ടെ എന്ന് പറയാണ്. ഓർ യഹ് കഹ്താ ഹേ കി തു ദോനോ കാലേന. അപ്പോൾ ആ ആൺകുട്ടിയുടെ അച്ഛന് പറയുന്നുണ്ട്, എന്താ നീ രണ്ട് ബട്ടേവിനെയും ഭക്ഷിച്ചോളൂ എന്ന് പറയുകയാണ്. പെഹലെ മുജെ ഇനെ ഭോജൻ കരാനേതോ. പക്ഷേ അതിനു മുമ്പ് ഇവർക്ക് ഭക്ഷണം വിളമ്പിക്കോട്ടെ, അതിനുശേഷം നീ രണ്ട് ബട്ടേവിനെയും നീ സ്വന്തം കഴിച്ചോളൂ എന്നിവർ പറയാണ്. ജാട്ട് നെ യഹ് സുനാത്തോ കിൽക്കിലാക്കർ ഹസ് പട. ഇത് കേട്ട ജാട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇവർ പറയുന്നത് കേട്ടിട്ട് ആ ജാട്ട് ചിരിക്കാൻ തുടങ്ങി. ജാട്ട് കോ ഹസ്തേ ദേക്കർ ലോഗോനെ ഉസ്കെ ഹസ്നെ കാ കാരൺ പൂച്ച. അങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്ന ആ ജാട്ടിനെ കണ്ടിട്ട് അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ കാരണം ചോദിച്ചു, ഈ ചിരിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. तो उसने सबको घर में रखे दो बटेवों का रहस्य समझा दिया जिन्हें खाने की जिद उसका लड़का कर रहा था. അങ്ങനെ എന്തുകൊണ്ടാണ് ചിരിക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ആ ജാട്ട് അതിനു വേണ്ടിയുള്ള
രഹസ്യം പറഞ്ഞു. ആ 2 ബട്ടേവിൻ്റെ രഹസ്യം പറഞ്ഞു. ഈ 2 ബട്ടേവ് എന്താണ്? ഇവിടെ 2 ലഡു ആണല്ലോ. ആ ലഡുവിനെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആൺകുട്ടി തൻ്റെ അച്ഛനോട് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർ വിചാരിച്ചത് എന്താ? ഞങ്ങളെയാണ് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. घर में रखे 2 बटेवों का रहस्य जान सभी लोग खूब हंसने लगे. അങ്ങനെ കേട്ട എല്ലാവരും, ഈ ബട്ടേവിൻ്റെ ഈ രഹസ്യം കേട്ട എല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങിയാണ്. ബേച്ചാരെ ബട്ടേവ് തോ ജെയിംസ് സെ രഹ ഗയേ. ബേച്ചാരെ ബട്ടേവ് തോ ജെയിംസ് സെ രഹ ഗയേ. ഇങ്ങനെ ഇത് കേട്ട ആ 2 വഴിയാത്രക്കാരും ലജ്ജിച്ചു പോയി. മഗർ അപ്നെ ജേബ് ചിപ്പാക്കർ വേ ബി സബ്കി ഹസി മേ ഷാമിൽ ഹോ ഗയേ. പക്ഷെ അവരുടെ ആ ലജ്ജ മറച്ചുകൊണ്ട് അവരും ആ ആൾക്കൂട്ടത്തിലുള്ള ബാക്കിയുള്ളവരോടൊപ്പം ചിരിക്കാൻ തുടങ്ങിയാണ് ആ 2 വഴിയാത്രക്കാരും. ഓർ ഫിർ പ്രേമപൂർവക് ഭോജൻ കർണെ ബൈഠ് ഗയേ. അതിനുശേഷം ആ 2 വഴിയാത്രക്കാരും സ്നേഹത്തോടെ ഭക്ഷണം കഴിക്കാനിരുന്നു. ഇത്രയാണ് ഈ പാഠഭാഗത്തിലുള്ളത്. നമ്മൾ പഠിച്ചത് ബട്ടേവ് എന്ന ലോകകഥയാണ്. ഇതിൽ അച്ഛനും അദ്ദേഹത്തിൻ്റെ കുട്ടിയും പിന്നെ 2 വഴിയാത്രക്കാർ തമ്മിലുള്ള കഥയാണ് ഈ ലോകകഥയിൽ നമുക്ക് പഠിക്കാൻ കൊടുത്തിരിക്കുന്നത്. तो हम अगले कक्षा में फिर मिलेंगे. धन्यवाद.